കൊച്ചി ദക്ഷിണ നാവികസേന ആസ്ഥാനത്തേക്ക് പോകുന്നു. അവിടെ സഹിൻ ആന്റണിയുടെ സഹിൻ നാവികസേന ആസ്ഥാനത്തെ ഒരുക്കങ്ങളിലെല്ലാം ഈ വിധഘട്ടത്തിലെത്തി. അല്പസമയത്തിനകം ചടങ്ങിലേക്ക് കടക്കുമല്ലോ അല്ലേ? കാണുന്നത് പോലെ തന്നെ ദക്ഷിണ നാവികസേനയുടെ കൊച്ചി ആസ്ഥാനത്തെ മേധാവിയായിട്ടുള്ള അല്ലെങ്കിൽ ദക്ഷിണ നാവികസേനയുടെ ആസ്ഥാന മേധാവിയായിട്ടുള്ള വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് അദ്ദേഹം പരേഡിൽ നിന്നും സല്യൂട്ട് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഇന്ന് 2 പ്ലാറ്റൂണുകളിലായി 850 കേഡറ്റുകളാണ് സല്യൂട്ട് നൽകുന്നതിനായി എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ സ്ത്രീകൾ നയിക്കുന്ന ഒരു പ്ലാറ്റൂൺ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ന് ഡ്രസ്സിംഗ് ഓവറോൾ എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ചടങ്ങ്. ഈ ഡ്രസ്സിംഗ് ഓവറോൾ സാധാരണ വർഷത്തിൽ 5 ദിവസം മാത്രമാണ് നാവികസേന നടത്താറുള്ളത്. അത് ഒന്ന് റിപ്പബ്ലിക് ദിനാഘോഷത്തിനാണ്, മറ്റൊന്ന് സ്വാതന്ത്ര്യ ദിനത്തിനാണ്, കൂടാതെ നാവിക സേനാ ദിനത്തിനും മറ്റൊന്ന് കോസ്റ്റൽ ദിനത്തിനുമാണ്. അങ്ങനെ 5 ദിനങ്ങളിൽ മാത്രം നടത്തുന്ന ഡ്രസ്സിംഗ് ഓവറോൾ, അതായത് കൊച്ചിയുടെ തീരങ്ങളിൽ അടുപ്പിച്ചിട്ടിരിക്കുന്ന മുഴുവൻ കപ്പലുകളിലും ആ കപ്പലുകളിൽ മുഴുവൻ തന്നെ കൊടി തോരണങ്ങൾ തൂക്കി, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ദേശീയ പതാക തൂക്കിയ ശേഷം അത് ആ കപ്പലുകളെ അലങ്കരിക്കുക എന്നുള്ളതാണ് ഡ്രസ്സിംഗ് ഓവറോൾ എന്ന് പറയുന്ന ചടങ്ങ്. അത് രാവിലെ 7 മണിക്ക് തന്നെ പൂർത്തിയായി. പിന്നീട് ഇപ്പോൾ ഈ സല്യൂട്ട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണുള്ളത്. അതിൽ വൈസ് അഡ്മിറൽ ഇങ്ങോട്ടേക്ക് എത്തി അദ്ദേഹം സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 850 കേഡറ്റുകളും സല്യൂട്ട് നൽകുന്നത് 8:30 അവസാനിക്കും. അതോടുകൂടി ദക്ഷിണ നാവികസേന ആസ്ഥാനത്തെ ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്യും. മറ്റൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരേഡിലെ ശ്രദ്ധേയമായ ഒരു കാര്യം, സ്ത്രീകൾ നയിക്കുന്ന പ്ലാറ്റൂണുകൾ സാധാരണ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്ലാറ്റൂണുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതും NCC കേഡറ്റുകളുടെ പ്ലാറ്റൂണുകളുടെയും എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചിട്ടയോടുകൂടി തന്നെയാണ് ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യം 7 മണിക്ക് തന്നെ ഈ ഡ്രസ്സിംഗ് ഓവറോൾ എന്ന ആദ്യ ചടങ്ങ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനി 8 മണിയോടുകൂടി തന്നെ ഇവരുടെ പരേഡ് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് അദ്ദേഹം ചടങ്ങിൽ നിന്നും സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പനേരത്തിനുള്ളിൽ തന്നെ പരേഡ് ആരംഭിക്കും. ഈ പ്ലാറ്റൂണുകൾ ഓരോരുത്തരായി ഓരോ സംഘങ്ങളായി കടന്നുപോയി സല്യൂട്ട് നൽകി ഇവിടെ നിന്നും ഈ പറയുന്ന പ്രധാന ഗ്രൗണ്ടിൽ നിന്നും മാറുകയും ചെയ്യും. 850 കേഡറ്റുകളാണ് ഈ ചടങ്ങിൽ അല്ലെങ്കിൽ ഈ പരേഡിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അരുണ്യ. ശരി സഹിൻ.